ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വരുന്നത് കഥകളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കഥകളിനെ പറ്റി നോക്കിയിട്ട് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറയുന്നു. പിന്നെ കഥകളിയിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും കഥകളിയിൽ നിന്ന് ചോദിക്കുന്നു തോന്നുന്നില്ല, കാരണം ഈ ക്ലാസ്സിൽ എല്ലാതും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. കേരളത്തിൻ്റെ തനതു ദൃശ്യ കലാരൂപമാണ് കഥകളി. കഥകളി ഉത്ഭവിച്ചത് കേരളത്തിലാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണോ? കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാൻ. എന്നാൽ കൊട്ടാരക്കര തമ്പുരാൻ ആരാണ്? കിടക്കും. കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം, അതിൻ്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. എന്നാൽ കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയത്ത് തമ്പുരാനാണ്. കഥകളിനെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കി എടുത്തത് കോട്ടയത്ത് തമ്പുരാൻ. അതുകൊണ്ട് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ എന്നറിയപ്പെടുന്നു. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ അല്ലേ? ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഒക്ടോബർ 16 മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനമാണ്. അതാണ് കഥകളിയുടെ ദേശീയ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. കാരണം വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. കേരള കലാമണ്ഡലം ആദ്യകാലത്ത് വന്നിരിക്കുന്നത് കഥകളിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 16 കഥകളിയുടെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു. എന്ന് മുതൽ? 2019 മുതൽ. പിന്നെ കഥകളി ആംഗിക അഭിനയമോ അല്ലെങ്കിൽ പദാർത്ഥ അഭിനയമോ വാക്യാർത്ഥ അഭിനയമോ ആയിട്ട് മാറുന്നുണ്ട്. പദാർത്ഥ അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? കഥകളിയിൽ കേൾക്കുന്ന പാട്ടിൻ്റെ ഓരോ വാക്കിനും ഓരോ വരിക്കും അനുസരിച്ചിട്ട് ആംഗ്യങ്ങളും മുഖഭാവവും ഒക്കെ കാണിക്കുന്ന ആക്ഷൻസൊക്കെ കാണിക്കുന്നതിനെയാണ് പദാർത്ഥ അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ കഥകളി എന്ന് പറയുന്നത് ഒരു പദാർത്ഥ അഭിനയമാണ്. നൃത്തനാട്യം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അതല്ലെങ്കിൽ ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്നുണ്ട്. ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. നൃത്തനാട്യം അല്ലെങ്കിൽ ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. ദി ടോട്ടൽ തിയേറ്റർ എന്ന യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച കലാരൂപവും കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ, അതല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മലയാളം? സമഗ്ര നൃത്തം. സമഗ്ര നൃത്തം. രണ്ടും പഠിച്ചു വയ്ക്കണം. മലയാളവും പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. ടോട്ടൽ നൃത്തനാട്യം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഡാൻസ് ഡ്രാമ എന്നാണ്. ടോട്ടൽ തിയേറ്ററിൻ്റെ മലയാളം വരുന്നത് സമഗ്ര നൃത്തം. യൂറോപ്യന്മാരാണ് അങ്ങനെ ടോട്ടൽ തിയേറ്ററിന് വിശേഷിപ്പിച്ചത്. കഥകളിയുടെ ആദ്യ രൂപമായിട്ടുള്ള രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. അപ്പോൾ കഥകളി എന്ന് പറയുന്നത് ചതുർവിധ അഭിനയമാണ്. ആംഗികം, വാചികം, സ്വാതികം, ആഹാര്യം. എന്നാൽ കഥകളിയിൽ വാചികത്തിന് സ്ഥാനമില്ല അല്ലേ? കഥകളിയിൽ ആരും ഡയലോഗ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കഥകളി വാചികത്തിന് സ്ഥാനമില്ല. വാചികാഭിനയത്തിന് പകരം എന്താണ്? സംഗീതമാണുള്ളത്. സംഗീതമാണ് സോപാന സംഗീതം. കഥകളിയിലുള്ള സംഗീതം സോപാന സംഗീതം. ഇനി മുദ്ര കൊണ്ടാണ് കഥകളിയിലെ ആംഗിക അഭിനയം നിർവഹിക്കുന്നത്. കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകളുടെ എണ്ണം 24 എണ്ണം. ഈ 24 മുദ്രകളെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം അതാണ് ഹസ്തലക്ഷണ ദീപിക. അത് രചിച്ചത് കടത്തനാട്ട് ഉദയവർമ്മയാണ്. ഉദയവർമ്മ തമ്പുരാൻ. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. ഈ ഹസ്തലക്ഷണ ദീപിക എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് മുദ്രാഭിനയത്തിൽ കഥകളി നടന്മാർക്ക് അവലംബം. അപ്പോൾ മുദ്ര കൊണ്ടാണ് കഥകളിയിൽ ആംഗികാഭിനയം നടക്കുന്നത്. 24 മുദ്രകളാണ് ഉള്ളത്. 24 മുദ്രകളെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. 24 മുദ്രകൾ. ഇനി ഇതിലുപയോഗിക്കുന്ന വാദ്യങ്ങൾ നോക്കാം. വാദ്യങ്ങളാണ് ചെണ്ട, ശുദ്ധമദ്ദളം, ഇലത്താളം, ചേങ്ങില, ഇടയ്ക്ക. അങ്ങനെ 5 വാദ്യങ്ങളാണ് ഉള്ളത്. നമുക്ക് പഠിക്കാൻ സുഖത്തിന് ഒരുമിച്ചുള്ളത് പഠിക്കാം. ചെണ്ട, ചേങ്ങില.
ഇടയ്ക്ക ഇലത്താളം. ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക ഇലത്താളം, മദ്ദളം. അങ്ങനെ 5 വാദ്യങ്ങൾ. ഒന്നുകൂടി പറയാം: ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക ഇലത്താളം, മദ്ദളം. അങ്ങനെ 5 വാദ്യങ്ങളാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. ഇനി കേരള കലാമണ്ഡലം നമ്മൾ പറഞ്ഞു. മഹാകവി വള്ളത്തോളും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലത്തിന് രൂപം നൽകിയത്. ഇനി നമുക്ക് വരുന്നത് ആട്ടക്കഥകളാണ്. കുറച്ച് രാജാക്കന്മാരും അവരുടെ പ്രധാന ആട്ടക്കഥകൾ തന്നിട്ടുണ്ട്. പക്ഷേ ആട്ടക്കഥകൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. നമ്മൾ പറഞ്ഞു കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. എങ്കിൽ കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൃഷ്ണനാട്ടം അത് മാനവേദൻ രാജാവ് അല്ലെങ്കിൽ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓക്കെ അല്ലേ? രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ, കൃഷ്ണനാട്ടം മാനവേദൻ രാജാവ്, കഥകളിയുടെ ഉപജ്ഞാതാവ് ആണ് കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാൻ. ഓക്കെ അല്ലേ? അടുത്തതാണ് കഥകളുടെ ആദ്യകാല രൂപം രാമനാട്ടം. കഥകളിയുടെ സാഹിത്യരൂപം. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കലകളുടെ രാജാവ് കഥകളിയാണ്. കലകളുടെ രാജാവ്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കല എന്നും അറിയപ്പെടുന്നുണ്ട്. രാജാക്കന്മാരുടെ കല. ഓക്കെ അല്ലേ? കലകളുടെ രാജാവെന്നും രാജാക്കന്മാരുടെ കല എന്നും അറിയപ്പെടുന്നത് കഥകളിയാണ്. പിന്നെ എന്താണ്? കഥകളിയിലെ നൃത്തത്തിന് പറയുന്ന പേരാണ് പുറപ്പാട്. നൃത്തം. കഥകളിയിലെ നൃത്തം പറയുന്നതാണ് പുറപ്പാട്. പുറപ്പാട് എന്നാണ് കഥകളിയിലെ നൃത്തത്തിന് പറയുന്നത്. അതുപോലെ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം അതാണ് സോപാന സംഗീതം. സോപാന സംഗീതം. ഉദാത്ത നാട്യരൂപമാണ് കഥകളി. നൃത്തനാട്യം എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അറിയപ്പെടുന്ന മറ്റു ചില പേരുകളാണ് വെട്ടത്ത് സമ്പ്രദായം. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കപ്ലിങ്ങോടൻ സമ്പ്രദായം എന്നറിയപ്പെടുന്നുണ്ട്. കപ്ലിങ്ങോടൻ സമ്പ്രദായം. പിന്നെ എന്തോ കല്ലടിക്കോടൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഓക്കെ, കല്ലടിക്കോടൻ സമ്പ്രദായം. അപ്പോൾ ഇതൊക്കെയാണ് വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നുണ്ട്. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നുണ്ട്. കപ്ലിങ്ങോടൻ സമ്പ്രദായം എന്നറിയപ്പെടുന്നുണ്ട്. കല്ലടിക്കോടൻ സമ്പ്രദായം എന്നറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം കഥകളിയാണ്. പിന്നെ കഥകളിയിലെ ചടങ്ങുകൾ. കഥകളിയിൽ 8 ചടങ്ങാണുള്ളത്. അതിൽ ഫസ്റ്റ് ചടങ്ങ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേളികൊട്ട്. കേളികൊട്ട് ഇത് കഥകളി നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയിക്കുന്ന ഫസ്റ്റത്തെ ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. 8 ചടങ്ങാണ് കഥകളിയിലുള്ളത്. ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്. ഇവിടെ കഥകളി നടക്കുന്നുണ്ട് എന്നറിയിക്കുന്ന ഒരു ചടങ്ങ്. രണ്ടാമത്തെ ചടങ്ങാണ് അരങ്ങ് കേളി. സെക്കൻഡ് ആണ് അരങ്ങ് കേളി. അരങ്ങ് കേളി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങി എന്നറിയിക്കുന്ന ഗണപതി കൊട്ടാണ് അരങ്ങ് കേളി അല്ലെങ്കിൽ ഗണപതി കൊട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഗണപതി കൊട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. കളി തുടങ്ങി എന്നറിയിക്കുന്നതാണ് അരങ്ങ് കേളി. മൂന്നാമത്തെ തോടയം. നാലാമത്തെ വന്ദന ശ്ലോകം. അത് വന്ദന ശ്ലോകം. അഞ്ചാമത് പുറപ്പാട്. 5. ആറാമത് മഞ്ജുതരം.
മഞ്ജുതരം. 7 തിരനോട്ടം. തിരനോട്ടം 7 തിരനോട്ടം. 8 8 ധനാശി. ധനാശി കൂടുതലും ചോദിച്ചിട്ടുണ്ട്. കഥകളിയുടെ അവസാന ചടങ്ങ് ധനാശി. കഥകളിയുടെ അവസാന ചടങ്ങാണ് ധനാശി, അതായത് 8. ആദ്യത്തേതായിരുന്നു? ആദ്യത്തെ കേളികൊട്ട്. ഫസ്റ്റ് ഇതും ചോദിച്ചിട്ടുള്ളതാണ്. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്. കഥകളിയുടെ അവസാന ചടങ്ങ് ധനാശി. അതിലിടയിലുള്ളതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. അരങ്ങ് കേളി അല്ലെങ്കിൽ ഗണപതി കൊട്ട്. അരങ്ങ് കേളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങി എന്ന് അറിയിക്കുന്ന ഗണപതി കൊട്ടാണ് അരങ്ങ് കേളി. 3 തോടയം. 4 വന്ദന ശ്ലോകം. 5 പുറപ്പാട്. 6 മഞ്ജുതരം. 7 തിരനോട്ടം. 8 ധനാശി. കഥകളിയുടെ അവസാനിക്കുന്ന ചടങ്ങാണ് ധനാശി. ഇനി കഥകളിയിൽ പറയുന്ന പ്രധാനമായിട്ടും 5 വേഷങ്ങളാണ് കഥകളിയിലുള്ളത്. 5 വേഷങ്ങളുണ്ട് കഥകളിയിൽ. അത് ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതെന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് നമുക്ക് നോക്കാം. പച്ച പറയുന്നത് സാത്വിക കഥാപാത്രമാണ്. അതായത് ധർമ്മപുത്രന്മാരായിട്ടുള്ള അർജുനൻ, ഭീമൻ അവരൊക്കെ പറയുന്ന അതുപോലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പച്ച. പിന്നെ കത്തി, അത് ദുഷ്ട കഥാപാത്രങ്ങളെ കാണിക്കുന്നതാണ്. അതായത് രാവണൻ, ദുര്യോധനൻ അങ്ങനെ ദുഷ്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതാണ് കത്തി. കത്തി എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് എക്സാമ്പിളാണ് അർജുനനും ഭീമൻ, അങ്ങനെ സാത്വിക കഥാപാത്രങ്ങൾ. കത്തി എന്ന് പറഞ്ഞാൽ ദുഷ്ട കഥാപാത്രങ്ങളാണ്. അതിൽ ദുര്യോധനൻ, രാവണൻ അവരൊക്കെ പറയുന്നതാണ്. കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാക്ഷസനെ പറയുന്നതാണ് കരി എന്ന് പറഞ്ഞാൽ രാക്ഷസ കഥാപാത്രങ്ങളാണ് കരിയിലുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ശൂർപ്പണഖ, ഹിഡിംബി, പൂതന ഇവരൊക്കെ പെൺകരി വിഭാഗത്തിൽ പെടുന്നതാണ്. ശൂർപ്പണഖ, ഹിഡിംബി, ഹിഡിംബി, പൂതന ഇവരൊക്കെ പെൺകരി വിഭാഗത്തിൽ പെടുന്നവരാണ്. അടുത്തതാണ് മിനുക്ക്. അത് സ്ത്രീകളും മുനിമാരുമാണ്. നമുക്കറിയാം സ്ത്രീകളാണ് കുറച്ചൊന്ന് മിനുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പോൾ മിനുക്ക് അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. സ്ത്രീകളും മുനിമാരും. മിനുക്ക്, മുനിമാരും, സ്ത്രീകളും. ഇനി താടി തന്നെ 3 തരത്തിലുണ്ട്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടിയിൽ വരുന്നവരാണ് മനുഷ്യാതീതമായ കഴിവുള്ള ഹനുമാനെ പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നതാണ് വെളുത്ത താടിയിൽ. അപ്പോൾ ഹനുമാനൊക്കെ പെടുന്നതാണ് വെളുത്ത താടിയിൽ. എങ്കിൽ ചുവന്ന താടിയിലാണെങ്കിൽ ദുഷ്ട ക്യാരക്ടറായിട്ടുള്ള സുഗ്രീവൻ, ഭാഗി, ഇങ്ങനെയല്ല ഇതാ ഭാഗി, ഭഗൻ, ദുശാസനൻ അങ്ങനെ ദുഷ്ട കഥാപാത്രങ്ങളെ പറയുന്നതാണ് ചുവന്ന താടി. വില്ലന്മാരെ അവതരിപ്പിക്കുന്നതാണ് ചുവന്ന താടിയിലുള്ളത് കേട്ടോ. ഇനി കറുത്ത താടിയിലേക്ക് വരികയാണെങ്കിൽ ഇവരാണ് ഈ എന്താ പറയുക വേടന്മാരെ പറയുന്നതാണ് കറുത്ത താടി വേടന്മാർക്കുള്ളതാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. കഥകളിയിലുള്ളത് 5 വേഷങ്ങളാണ്. ഇതൊക്കെയാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച എന്ന് പറഞ്ഞാൽ സാത്വിക കഥാപാത്രങ്ങളായിട്ടുള്ള ഭീമൻ, അർജുനൻ അവരെയൊക്കെ കാണിക്കുന്നതാണ്. കത്തി എന്ന് പറഞ്ഞാൽ ദുഷ്ട കഥാപാത്രങ്ങളായിട്ടുള്ള രാവണൻ, ദുര്യോധനൻ അവരെയൊക്കെ പറയുന്നതാണ് കത്തി. കരി എന്ന് പറഞ്ഞാൽ രാക്ഷസ കഥാപാത്രങ്ങളാണ്. അതിന് പെൺകരി വിഭാഗത്തിൽ പെടുന്നവരാണ് ശൂർപ്പണഖ, ഹിഡിംബി, പൂതന ഒക്കെ. പിന്നെ മിനുക്ക് അത് പറഞ്ഞാൽ സ്ത്രീകളും മുനിമാരും പെടുന്നതാണ്.
ഓക്കെ. ഇനി ഈ താടി തന്നെ 3 തരത്തിലുണ്ട്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടിയിൽ പെടുന്നവരാണ് മനുഷ്യാതീത കഴിവുള്ളവരെ പെടുന്നതാണ് വെളുത്ത താടിയിൽ ഹനുമാനൊക്കെ. ചുവന്ന താടിയിലാണെങ്കിൽ ദുഷ്ടകഥാപാത്രങ്ങളായിട്ടുള്ള സുഗ്രീവൻ, ബാഗി, ഭഗൻ, ദുശാസനൻ ഒക്കെ പെടുന്നതാണ് ചുവന്ന താടി. കറുത്ത താടിയിൽ വേടന്മാർ, ഈ നായാട്ടിന് പോകുന്ന ആൾക്കാരും വേടന്മാരും ഒക്കെ കറുത്ത താടിയിലാണ് പെടുന്നത്. ഓക്കെ. പിന്നെ കഥകളിയിൽ 8 ചടങ്ങുകളാണുള്ളത്. കഥകളിയിൽ 8 ചടങ്ങുകളാണ് 8. ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്. ആദ്യ ചടങ്ങ് കേളികൊട്ട്. അടുത്ത ചടങ്ങ് അരങ്ങ് കേളി അല്ലെങ്കിൽ ഗണപതിക്കൊട്ട്. കളി തുടങ്ങിയെന്ന് അറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങ് കേളി. 3-മത് തോടയം. 4-മത് വന്ദന ശ്ലോകം. 5 പുറപ്പാട്. 6 മഞ്ജുതരം. 7 തിരുനോട്ടം. 8 ധനാശി. നമ്മൾ പറഞ്ഞു 5 വേഷങ്ങൾ: പച്ച, കത്തി, താടി, കരി, മിനുക്ക്. കഥകളിയുടെ ആദ്യ രൂപമായിട്ടുള്ള രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. നമ്മൾ പഠിച്ചതാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ് എന്ന് പറയാൻ കാരണം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് കഥകളീനെ കൊണ്ടെത്തിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. അതുകൊണ്ട് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. സാഹിത്യരൂപം. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല എന്നിങ്ങനെ അറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളിയിലുള്ള നൃത്തമാണ് പുറപ്പാട്. സംഗീതമാണ് സോപാന സംഗീതം. വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങോടൻ സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത് കഥകളി. ഇനി അടുത്തതായിട്ട് നമ്മൾ ആട്ടക്കഥകൾ നോക്കാം. ഓക്കെ. ആട്ടക്കഥകൾ. അതിലാദ്യത്തെയാണ് കൊട്ടാരക്കര രാജാവിൻ്റെ ആട്ടക്കഥ. 8 ദിവസത്തെ രാമായണ കഥകൾ: സീതാ സ്വയംവരം, ബാലിവധം, തോരണയുദ്ധം. കൊട്ടാരക്കര രാജാവിൻ്റെ 8 ദിവസത്തെ രാമായണ കഥകൾ: സീതാ സ്വയംവരം, ബാലിവധം, തോരണയുദ്ധം. അടുത്തതാണ് കോട്ടയത്ത് തമ്പുരാൻ. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, കോട്ടയത്ത് തമ്പുരാൻ. കൊട്ടാരക്കര രാജാവിൻ്റെ രാമായണ കഥ: സീതാ സ്വയംവരം, ബാലിവധം, തോരണയുദ്ധം. കോട്ടയത്ത് തമ്പുരാൻ: ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം. കാർത്തിക തിരുനാൾ രാമവർമ്മ. രാജസൂയം, സുഭദ്രാഹരണം, ഭഗവതം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം, നരകാസുരവധം. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ രാജസൂയം, സുഭദ്രാഹരണം, ഭഗവതം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം, നരകാസുരവധം. അടുത്തതാണ് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയുടെ ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. പിന്നെ ഉണ്ണായി വാര്യർ നളചരിതം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ ഹനുമദുത്ഭവം, ധ്രുവചരിതം, മത്സ്യവല്ലഭ വിജയം, പരശുരാമ വിജയം. പിന്നെ അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ ഗാന്ധർവ വിജയം. അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ ഗാന്ധർവ വിജയം. കഥകളിയെ പറ്റി വീണ്ടും ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. കേരളത്തിൻ്റെ ദൃശ്യകലാരൂപമാണ് കഥകളി. കാരണം എന്തായിരുന്നു? കഥകളി ഉത്ഭവിച്ചത് കേരളത്തിലാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ. കഥകളിനെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയെടുത്തത് കോട്ടയത്ത് തമ്പുരാൻ. അതുകൊണ്ട് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. എങ്കിൽ കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? മാനവേദൻ രാജാവ്. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ്. ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നു 2019 മുതൽ. എന്തുകൊണ്ടാണ്? കേരള കലാമണ്ഡലം സ്ഥാപകനായിട്ടുള്ള കവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 16 കഥകളിയുടെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ ആംഗിക അഭിനയം അല്ലെങ്കിൽ പദാർത്ഥ അഭിനയമൊക്കെയാണ് കഥകളിയിലുള്ളത്. പദാർത്ഥ അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓരോ വരിയിലുള്ള വാക്കുകളിലുള്ള കാര്യങ്ങൾ ആക്ഷൻ കാണിച്ച് മുഖഭാവത്തിൽ വ്യത്യാസം വരുത്തി നമുക്ക് കാണിച്ചു തരുന്നതിനെയാണ് പദാർത്ഥ അഭിനയം എന്ന് പറയുന്നത്. പിന്നെ നൃത്ത
നൃത്തനാട്യം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അതല്ലെങ്കിൽ ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്നത് കഥകളി. ടോട്ടൽ തിയേറ്റർ അതല്ലെങ്കിൽ സമഗ്ര നൃത്തം എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി. ആദ്യ രൂപം രാമനാട്ടം, അതിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. പിന്നെ വാചികാഭിനയത്തിന് കഥകളിയിൽ സ്ഥാനമില്ല. വാചികാഭിനയത്തിന് പകരം സംഗീതം. ഏത് സംഗീതമാണ്? സോപാന സംഗീതം. പിന്നെ മുദ്ര കൊണ്ടാണ് കഥകളിയിലെ ആംഗികാഭിനയം നിർവഹിക്കുന്നത്. 24 മുദ്രകളാണുള്ളത്. ആ മുദ്രകളെക്കുറിച്ച് പറയുന്നതാണ് ഹസ്തലക്ഷണ ദീപിക. അതെഴുതിയത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ്. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിട്ടുള്ള മുദ്രകളാണ് 24 പിന്നെ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ 5 ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം. ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം, ശുദ്ധമദ്ദളം. പിന്നെ മഹാകവി വള്ളത്തോളും മണക്കുളവും മുകുന്ദരാജയും ചേർന്നിട്ടാണ് കേരള കലാമണ്ഡലത്തിന് രൂപം നൽകിയത് എന്ന് 1930. പിന്നെ ആട്ടക്കഥകൾ: കൊട്ടാരക്കര രാജാവിൻ്റെ സീതാസ്വയംവരം, ബാലിവധം, തോരണയുദ്ധം. കോട്ടയത്ത് തമ്പുരാൻ്റെ ഭഗവധം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാചകവധം, കാലകേയവധം. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ രാജസൂയം, സുഭദ്രാഹരണം, ഗാന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം. ഇരയിമ്മൻ തമ്പിയുടെ കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. നമ്മൾ പറഞ്ഞതാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്, അത് മാനവേദൻ രാജാവാണ്. പിന്നെ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നുണ്ട്. രാജാക്കന്മാരുടെ കല എന്നും അറിയപ്പെടുന്നുണ്ട്. കഥകളിയിലുള്ള നൃത്തമാണ് പുറപ്പാട്. സംഗീതമാണ് സോപാന സംഗീതം. വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങോടൻ സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം. വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങോടൻ സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കഥകളിയാണ്. കഥകളിയിൽ 8 ചടങ്ങുകളാണുള്ളത്. ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്. കഥകളി നടക്കുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചടങ്ങാണ് അരങ്ങ് കേളി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളി തുടങ്ങി എന്ന് അറിയിക്കുന്ന ഒരു ഗണപതി കൊട്ടാണ് അരങ്ങ് കേളി. മൂന്നാമത്തത് തോടയം. 4 വന്ദന ശ്ലോകം. 5 പുറപ്പാട്. 6 മഞ്ജുതരം. 7 തിരനോട്ടം. 8 ധനാശി. കഥകളിയിൽ 5 വേഷങ്ങളാണുള്ളത്: പച്ച, കത്തി, കരി, താടി, മിനുക്ക്. താടി തന്നെ 3 വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. ഓക്കെ അല്ലേ? നിങ്ങൾ ഇത് കണ്ട് ഇതിൻ്റെ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. അല്ലാതെ ഇത് കേട്ടിരുന്നുകൊണ്ട് മാത്രം പഠിക്കില്ല. അത് നോട്ട് എഴുതിയെടുത്ത് ഡെയിലി ഒന്ന് വായിച്ചു പോയാലും മതി. പഠിക്കണമെന്നില്ല, ഡെയിലി ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുന്നേ വള്ളത്തോളിൻ്റെ ആട്ടക്കഥ ഉണ്ട്. വള്ളത്തോളിൻ്റെ ഒരു ആട്ടക്കഥയുണ്ട്. അതാണ് ഔഷധാഹരണം എന്നറിയപ്പെടുന്നത് വള്ളത്തോളിൻ്റെ ആട്ടക്കഥയാണ് കേട്ടോ. ഔഷധാഹരണം എന്നറിയപ്പെടുന്നത് വള്ളത്തോളിൻ്റെ ആട്ടക്കഥ. ഔഷധാഹരണം ഓക്കെ. വള്ളത്തോളിൻ്റെ ആട്ടക്കഥയാണ് ഔഷധാഹരണം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. അത് അയ്മനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. അയ്മനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. അവരുടെ ജന്മദിനമായ ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജന്മദിനമാണ് കഥകളി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. എന്ന് മുതൽ? 2019 മുതൽ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരൊക്കെയാണ്? കഥകളിക്ക് വേണ്ടിയിട്ടായിരുന്നു കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. അത് ആരൊക്കെയായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും തമ്മിൽ ചേർന്ന് 1930 ആരംഭിച്ചതാണ് കേരള കലാമണ്ഡലം. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏത് നൃത്തമാണ്? പുറപ്പാടാണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം. ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി കലാകാരിയാണ് ചവറ പാറുക്കുട്ടി. കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്ന അയിരൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയിലാണ് അയിരൂർ സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട. കരീന്ദ്രൻ എന്നറിയപ്പെടുന്ന കഥകളി പണ്ഡിതനാണ് കിളിമാനൂർ രാജരാജവർമ്മ. കരീന്ദ്രൻ എന്നറിയപ്പെടുന്ന കഥകളി പണ്ഡിതനാണ് കിളിമാനൂർ രാജരാജവർമ്മ. അടുത്ത ചോദ്യം വെട്ടത്തുനാടൻ, കപ്ലിങ്ങോടൻ, കല്ലടിക്കാടൻ
എന്നീ സമ്പ്രദായങ്ങൾ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കഥകളിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സമ്പ്രദായങ്ങൾ. കഥകളി വിളക്കിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ആട്ടവിളക്ക് എന്നാണ് കഥകളിയുടെ വിളക്കിനെ വിശേഷിപ്പിക്കുന്നത്, ആട്ടവിളക്ക്. കഥകളി വേഷങ്ങളിൽ മിനുക്ക് എന്നത് സ്ത്രീകളും മുനിമാരും. കഥകളി മുദ്രയ്ക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപികയിൽ 24 മുദ്രകളെക്കുറിച്ചാണ് പറയുന്നത്. 24 മുദ്രകളെക്കുറിച്ച് ഹസ്തലക്ഷണ ദീപികയിൽ പറയുന്നുണ്ട്. ഹസ്തലക്ഷണ ദീപിക എഴുതിയത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക എഴുതിയത്. ഇനി ഈ മിനുക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബാക്കിയും പറയണം. പച്ച സാത്വിക കഥാപാത്രമായിട്ടുള്ള അർജുനൻ, ഭീമൻ അവരൊക്കെ പറയുന്നു. കത്തിയിലെ ദുഷ്ട കഥാപാത്രമായിട്ടുള്ള രാവണൻ, ദുര്യോധനൻ അവരെ പറയുന്നു. കരി രാക്ഷസ കഥാപാത്രമാണ്. പെൺകരി വിഭാഗത്തിലാണ് ശൂർപ്പണഖ, ഹിഡുംബി, പൂതന പെടുന്നത്. മിനുക്കാണെങ്കിൽ സ്ത്രീകളും മുനിമാരും. വെളുത്ത താടിയിൽ മനുഷ്യാതീത കഴിവുള്ള ഹനുമാനെ പോലെയുള്ള ക്യാരക്ടേഴ്സിനെ പറയുന്നതാണ് വെളുത്ത താടി. ചുവന്ന താടിയാണെങ്കിൽ ദുഷ്ട ക്യാരക്ടറായിട്ടുള്ള സുഗ്രീവൻ, ബാഗി, ഭഗൻ, ദുശാസനൻ പോലുള്ള ക്യാരക്ടേഴ്സ് പെടുന്നു. കറുത്ത താടിയാണെങ്കിൽ വേടന്മാരും നായാട്ടും. ഇങ്ങനെ മുദ്രയ്ക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക, കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. സമഗ്ര നൃത്തം അതായത് ടോട്ടൽ തിയേറ്റർ എന്ന് യൂറോപ്യൻസ് വിശേഷിപ്പിച്ചതാണ് കഥകളി. ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ കലാരൂപമാണ് കഥകളി. കഥകളിയിലെ വേഷങ്ങളുടെ എണ്ണം, കഥകളിയിൽ എത്ര വേഷങ്ങളാണുള്ളത്? പ്രധാനമായിട്ടും 5 വേഷമുണ്ട്. 5 വേഷം. കഥകളിയിലെ പ്രധാന വേഷങ്ങളുടെ എണ്ണം 5. എത്ര വാദ്യങ്ങളുണ്ട്? വാദ്യം 5. ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം, മദ്ദളം. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. മുദ്രകൾ 24. സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിയിലെ ആദ്യ ചടങ്ങാണ് കേളികൊട്ട്. 8 ചടങ്ങുകളാണുള്ളത് കഥകളിയിലെ 8 ചടങ്ങുണ്ട്. ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്. രണ്ടാമത്തെ ചടങ്ങ് അരങ്ങ് കേളി. മൂന്നാമത്തെ ചടങ്ങാണ് തോടയം. 4 വന്ദന ശ്ലോകം. ഒന്നാമത്തെ ചടങ്ങ് കേളികൊട്ട്, രണ്ടാമത്തെ അരങ്ങ് കേളി, മൂന്നാമത്തെ തോടയം, 4ാമത് വന്ദന ശ്ലോകം, 5ാമത്തെയാണ് പുറപ്പാട്. 6ാമത്തെ മഞ്ജുതരം. 7ാമത് തിരനോട്ടം. അവസാനത്തെയാണ് ധനാശി. നിങ്ങൾക്ക് മലയാളത്തിൽ അറിയാലേ ധനാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. അപ്പോൾ 8ാമത് ധനാശി. പിന്നെ ഒന്നുകൂടിയുണ്ട്, കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം. ഉള്ളത് കൊല്ലത്താണ്. കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ എല്ലാതും? അപ്പോൾ ശരി. ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.